അപ്പോൾ നമ്മുടെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് അപ്പ ഇവിടെ കനത്ത പ്രയത്നത്തിലാണ്. പൊന്നൂട്ടീനെ സൂപ്പറാക്കാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം ഇതെന്താവുമെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മാഷ് വരയെല്ലാം കഴിഞ്ഞു, ഇനി കട്ട് ചെയ്യുവാണേ. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന്. അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ. നാളെയാണ് കിഡ്സ് ഫെസ്റ്റിവൽ. അപ്പോഴത്തേക്കുള്ള പരിപാടികളാണിതെല്ലാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതെന്താണെന്നറിയാൻ അവസാനം വരെ കാണണം കേട്ടോ വീഡിയോ. പെയിൻറ്റിങ് പരിപാടിയാണിപ്പോൾ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ വർക്കുകളാണ് ചെയ്യുന്നത്, ടച്ചപ്പ് പണികൾ. അപ്പോൾ നമ്മുടെ ഫാൻസി ഡ്രസ്സിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് കഴിഞ്ഞു, അടുത്തതാണ് നമ്മുടെ ഈ പരിപാടി. നമ്മുടെ അപ്പ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയല്ലേ കിട്ടു. നമ്മുടെ മാഷിൻ്റെ ഓരോ ഐഡിയാസ് കണ്ടോ? എങ്ങനെയുണ്ട് ഐഡിയാസ്? നല്ലതല്ലേ? സൂപ്പറല്ലേ? അപ്പോൾ ഇത്രയും ഞങ്ങൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം നമ്മുടെ ഫാൻസി ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഫൈനലിലേക്ക് അടുക്കുന്നുണ്ട്. ഏകദേശം പൂർത്തിയായി തുടങ്ങി. ഇപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും ഞങ്ങൾ എന്താണ് ഉണ്ടാക്കിയതെന്ന്? ഇതാണ് ഞങ്ങളുടെ മെയിൻ ആള്. എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ? പക്ഷെ തൃശ്ശൂർ തേങ്ങ എന്ന് പറയുന്ന പരിപാടിയില്ല. അതൊക്കെ അങ്ങ് തെക്കോട്ട പറയും, എന്നാ പുരയിടാന്ന്, എന്നാ തേങ്ങയാന്ന്, ഈയോ പുരയിടം നിറയെ മുട്ടൻ നല്ല വിളഞ്ഞ തേങ്ങ ഇല്ലയോ എന്നാണ് തെക്കോട്ട് പറയുക. തൃശ്ശൂർക്കാർ തേങ്ങ എന്നല്ലേ പറയാം. നാളേരടാ എവിടേക്ക് പോണ്? അളിയൻ്റെ അവിടേക്കാ. നീ ആ വണ്ടിയിൽ ഒരു 10 നാളേരാട്ടാ എനിക്ക് തേങ്ങ. നാളേരം കൊണ്ടുപോടാ തേങ്ങ.